പാരമ്പര്യത്തിൻ്റെ, ചരിത്രത്തിൻ്റെ, സാഹിത്യത്തിൻ്റെ, ആകെ മാനവികതയുടെ സ്നേഹ സമ്പത്തിലൂടെ യാത്ര ചെയ്ത് തുഞ്ചൻ പറമ്പിൽ എത്തി ഈ മണ്ണിൻ്റെ പവിത്രതയെ ധ്യാനിച്ച് സ്പർശിച്ച് സ്നേഹത്തോടെ ഉൾക്കൊണ്ട് നാം ഇവിടെ സാംസ്കാരികോത്സവത്തിൻ്റെ ദിവസങ്ങൾ സമയം ചെലവഴിക്കുകയാണ്. ആനന്ദത്തോടെ, ഭക്തിയോടെ, ആദരവോടെ ഈ പ്രകൃതിയിൽ, ഈ മണ്ണിൽ ഇങ്ങനെ സ്പർശിച്ച് നിൽക്കുമ്പോൾ കാവ്യ ആചാര്യൻ്റെ അനുഗ്രഹം, MDയുടെ ആത്മസ്പർശം, ഗുരുസ്ഥാനീയരുടെ സാന്നിധ്യം, സഹോദരങ്ങളുടെ സഹൃദയ സമ്പന്നത എല്ലാം ഞാനിവിടെ ഇരുന്ന് കാണുകയാണ്. ഇതിൻ്റെ പേരാണ് സാംസ്കാരികം എന്ന ഒറ്റ വാക്കിൽ ഒതുക്കാവുന്നത്. ഓർമ്മയിലൊരു മിന്നൽ പോലെ വരുന്നത് കാവ്യഭാവനയില്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിൽ ഇല്ല എന്നതാണ്. കലാ തേജസ്സില്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. ഏറ്റക്കുറച്ചിലുണ്ടാകും എന്ന് മാത്രം. നിധി ഒളിച്ചു വയ്ക്കാത്ത ഒരു പിടി മണ്ണ് പോലും ഇല്ല ഈ ഭൂതലത്തിൽ. പക്ഷേ അത് നാം വിശ്വസ്തയോടെ കണ്ടെടുക്കണം എന്ന് മാത്രം. കാൽ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിക്കടിയിൽ ലോഹമുണ്ട്, രാസപദാർത്ഥങ്ങളുണ്ട്, അമ്ലാംശങ്ങളുണ്ട്, സൃഷ്ടിന്മുഖമായ നിരവധി പദാർത്ഥങ്ങളുടെ ചേരുവ ഉണ്ട്, സംഹാരാത്മകമായ രാസചേരുവകൾ അവിടെയുണ്ട്. പ്രാണദായിനിയായ ജലം അവിടെ തന്നെയാണ് കാത്തുവച്ചിരിക്കുന്നത്. ഭൂമിയുടെ ആഴത്തിൽ 600 കിലോമീറ്റർ കടന്നു ചെന്നാൽ ആകെയുള്ള സമുദ്രത്തിൽ സമ്പാദിച്ചു വച്ചിരിക്കുന്ന ജലത്തേക്കാൾ കൂടുതൽ ജലശേഖരം ഉണ്ടത്രേ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഈ കാലത്തിൻ്റെ സാധ്യതയും ധന്യതയും അല്ലാതെ നമുക്കെന്ത്? നോക്കിയിരിക്കുമ്പോൾ സമയം നാം അളക്കുന്നത് ഒരു നാഴികമണിയുടെ സൂചി, അതിൻ്റെ ചലനക്രമം കണ്ടും കേട്ടും അറിഞ്ഞും ഭാവന ചെയ്തും ആണ്. ഇപ്പോൾ എത്ര സമയം, എത്ര മണി? മേലോട്ട് നോക്കുന്ന സൂചി തന്നെയാണ് താഴോട്ടും, അതേ സൂചി തന്നെയാണ് ഇടത്തേക്കും, അതേ സൂചി തന്നെയാണ് വലത്തേക്കും, അതേ സൂചി തന്നെയാണ് തപസ് ചെയ്യുന്നതും, അതേ സൂചി തന്നെയാണ് അല്പം ചലിക്കുന്നതായി തോന്നുന്നതും, അതിന് സമാനമായ മറ്റൊരു സൂചിയാണ് വേഗത്തിൽ ഓടുന്നതും. ഒക്കെ നമുക്കറിയാം. പക്ഷേ ഈ നാഴികമണി അവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും കാലം അതിൻ്റെ ചാക്രികത തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സൂചിയുടെ മുമ്പിൽ ഒരു സൂക്ഷ്മനേത്രമുണ്ട്. ഈ സൂക്ഷ്മനേത്രം എന്നെ കാണും, നിന്നെയും കാണും, എല്ലാവരെയും ഈ സൂചിയുടെ തുമ്പിലുള്ള സൂക്ഷ്മനേത്രം കണ്ടുകൊണ്ടേയിരിക്കും. ആ കാഴ്ച ചിലർ രേഖപ്പെടുത്തും, ചിലർ രേഖപ്പെടുത്തുകയില്ല, ചിലർ അറിയും, ചിലർ അറിയുകയില്ല. അനുഭവസാന്ദ്രമായ സ്വന്തം ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പുനരാവിഷ്കരിക്കും ചിലർ അതിനെ ആലങ്കാരികമായ വർണ്ണനയോടുകൂടി സംഗീതാത്മകമായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പാകത്തിൽ ലളിതമാക്കി ഉപയോഗിക്കും. ഒരുപക്ഷെ ഗാനം എന്ന സാഹിത്യരൂപത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരായിരിക്കും. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം. കവിതയ്ക്കോ ഗാനത്തിനോ മാതൃക വേണമെന്ന് ചോദിച്ചാൽ ഇതെടുത്തോളൂ. ഈ മാതൃക എന്തൊരു പൊരുത്തത്തോടു കൂടിയാണ് ഈ വാക്കുകൾ ചേർത്ത് വച്ചിരിക്കുന്നത്. ആ വാക്കുകളാണ് ദിവസേന നാം ഇവിടെ കേൾക്കുന്നത്. പ്രഭാതത്തിൽ ഇവിടുത്തെ സൂര്യരശ്മി വന്ന് അഭിസംബോധന ചെയ്ത് ആദ്യം സ്വീകരിക്കുന്ന പദം ഇതൊക്കെയാണ്. സാനന്ദരൂപം സകല പ്രബോധം. ഈ വാക്കുകളുടെ മഹാമാനുഷികമായ സാധ്യത ആരാണ് ഉൾക്കൊള്ളുന്നത് അവരാണ് കവിതയെയും ഗാനത്തെയും ഒക്കെ സ്നേഹിക്കുന്നത്. ഗാനം ഏറ്റവും ലളിതമായി, ഏറ്റവും ശ്രേഷ്ഠമായി, ഏറ്റവും സൗന്ദര്യാത്മകതയോടുകൂടി മറ്റുള്ളവരെ ഉള്ളുകൊണ്ട് ത്രസിപ്പിക്കാനുള്ള സാധ്യത ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ ഒരു രൂപമാണ്, ഒരു കലാരൂപമാണ്, ഒരു സാഹിത്യരൂപമാണ്.
ഗാനം. വലിയ സ്വാതന്ത്ര്യമാണ് ഈ ഗാ എന്ന ലിപിക്ക് പോലും വലിയ സാധ്യതയാണ്. തുറന്നു കിടക്കുകയാണ് മുകൾ വശം, വശം, താഴ്വശം, ഗാ. എന്തൊരു സ്വാതന്ത്ര്യമാണ്. പക്ഷെ ജായ ഒന്നും അങ്ങനെയല്ല. ജായ്ക്ക് ചുറ്റിക്കെട്ടുണ്ട്, ഒരു ഭാഗമുണ്ട്, മറ്റൊരു ഭാഗമുണ്ട്, അതൊന്നുമാണ്. അത് ഐക്യപ്പെടുന്നതാണ് ജായുടെ രൂപഘടന. അതിനൊരു ഇരിപ്പിടമുണ്ട്. ഒരു ഇരിപ്പിടം പോണ്ട, ദ്വന്ദ്വം ഉള്ളതുകൊണ്ട് 2 ഇരിപ്പിടം വേണം. ആദ്യത്തെ ചുറ്റിക്കെട്ട് പോലെ അവസാനത്തെ ലിപി പൂർത്തീകരണത്തിന് അവസാനം ഒരു ചുറ്റിക്കെട്ടുണ്ട്. ഇതൊന്നും ഗായിക്കില്ല. സ്വാതന്ത്ര്യമാണ് ഗാനം. എല്ലാം കൂടെ എടുത്തു വെച്ചത്, ഈ സ്വാതന്ത്ര്യമെല്ലാം കൂടെ എടുത്തു വെച്ചത് അങ്ങ് കമിഴ്ത്തിയാൽ മതി. ഈ ധാ തന്നെയാണ് ഈ നാ എന്ന് പറയുന്നത്. ധാ മേലോട്ട് വായ തുറന്നു വച്ചിരിക്കുന്ന ഒരു പാത്രമാണ്. അതിലെല്ലാം എടുത്തു വെച്ചു, ആകാശത്തിൻ്റെ അനുമതിയോടുകൂടി എടുത്തു വെച്ചു. അതെടുത്തങ്ങ് കമിഴ്ത്തി നായാക്കി. നീ എന്തെല്ലാം എടുത്തു വെച്ചോ അതെല്ലാം നീ പകർന്ന് സ്നേഹത്തോടുകൂടി കൊടുത്തോളൂ. ആ ഗാനത്തിൻ്റെ ഹൃദയാലത്വം നീ അങ്ങ് അനുഭവിച്ചോളൂ. തലമുറകളായി ലിറിക് എന്ന് നാം പരിഷ്കൃതമായ ആംഗ്ലേയത്തിൽ പേരിട്ടറിയുന്ന ഒറ്റ വാദ്യത്തോടുകൂടി, ഒറ്റ തന്തിയോടുകൂടി അല്ലെങ്കിൽ വീണയോടുകൂടി പാടാൻ കഴിയുന്ന ലളിത വാങ്മയത്തിൻ്റെ പേരാകുന്നു ലിറിക്സ് അഥവാ ഗാനം. ഗാനാത്മകത. അത് ലളിതമായിരിക്കണമോ? അത് കുറച്ച് പ്രയാസമായാൽ എന്താ കുഴപ്പം? അങ്ങനെയാണെങ്കിൽ ലളിതമാണെന്ന് നിങ്ങൾ പറയുന്നു, അത് സുതാര്യം, ലളിതം, സുന്ദരം എന്നൊക്കെ നിങ്ങൾ പറയുന്നു. ജയശങ്കരക്കുറുപ്പിൻ്റെ സംസ്കൃത ബഹുലമായ വാക്കുകളാൽ ചേർത്ത് വച്ചിരിക്കുന്ന കവിതയ്ക്ക് പോലും ഗാനാത്മകത പകർന്നു കൊടുക്കാൻ ഈണത്തിൻ്റെ സാധ്യത ഉപയോഗിച്ചിട്ടുള്ള സംഗീത സംവിധായകരുണ്ട്. അത് ചലച്ചിത്രത്തിൽ ചേർത്തിട്ടുള്ള, അത് ചരിത്രത്തിൽ അടയാളപ്പെട്ടിട്ടുള്ള ഗാനമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഏറെ പദങ്ങളുടെ ഭാരം ലഘൂകരിച്ച് അതിൽ സൗന്ദര്യത്തിൻ്റെ വർണ്ണഭംഗം കൊടുത്ത് നിങ്ങൾക്ക് ഏറ്റവും രസിക്കത്തക്ക തരത്തിൽ അവതരിപ്പിക്കുകയാണ്. ഹൃദയാലുത്വം ആണ് അതിനെ മധുരപ്പെടുത്തുന്നത്. സ്നേഹമാണ് അതിൻ്റെ ആത്മാവ്. നിങ്ങൾക്ക് ഏതർത്ഥവും ഒരു പാട്ടിൽ ഉപയോഗിക്കാം. ആദി ശിലായുഗ ഗുഹകളിൽ നിന്നും ഒരാലോചനയുടെ തുടക്കം, ആണവ ഭൂതങ്ങൾ ആടി തിമിർക്കുന്ന ചുടലയെക്കുറിച്ച് വരെ നിങ്ങൾക്ക് സങ്കല്പിക്കാം. നിങ്ങൾ ആദി ശിലായുഗ ഗുഹയിൽ നിന്ന് തുടങ്ങിയ ഒരാലോചന ആണവ ഭൂതങ്ങൾ സംഹാരാത്മകമായി നിറഞ്ഞാടുന്ന ആധുനിക കാലത്തിൻ്റെ യുദ്ധഭൂമിയിൽ വരെ എത്തിച്ചേരാൻ 2 വരി മതി. നിങ്ങൾക്ക് പ്രതിഷേധം, നിങ്ങളുടെ ആത്മസങ്കടങ്ങൾ എല്ലാം ഗാനത്തിൽ ഉൾച്ചേർത്ത് വയ്ക്കാം. നൂറുകാതവും വഴി നടന്ന് പെരുവെയിലിൽ ഏം വരുമ്പോൾ ഒരടയ്ക്കാമോടം വെട്ടി തണ്ണിതായോ തമ്പ്രാക്കളെന്ന് അപേക്ഷാ സ്വരത്തിൽ, എന്നാൽ പരോക്ഷമായി, എന്നാൽ വിളംബര സ്വഭാവത്തോടുകൂടി മര്യാദ പാലിച്ച് ഒരു ജന്മി എത്ര ഉയരത്തിലോ താഴ്ചയിലോ മണിയറയിലോ മാളികയിലോ ഇരുന്നാലും കേൾക്കത്തക്ക തരത്തിൽ ഞാൻ എൻ്റെ പ്രതിഷേധം ഇങ്ങനെ ഈ പാതയിലൂടെ നടന്നു പോകുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നറിയിക്കുമാറ് നൂറുകാതോ വഴി നടന്ന് പെരുവയിലിൽ എം വരുമ്പോൾ പാടുന്ന സമയത്തുള്ള അയാളുടെ ഹൃദയത്തിൻ്റെ പ്രകമ്പനമാണ് അപ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന ഈണം. ചിലപ്പോൾ അത് കണ്ണുനീരോടുകൂടിയാണ്, ചിലപ്പോൾ പ്രതിഷേധത്തോടു കൂടിയാണ്. എപ്പോഴാണ് നിങ്ങൾ ആ പദങ്ങൾ ഉപയോഗിക്കുന്നത്, ആവിഷ്കരിക്കുന്നത്? ആ സമയത്തിൻ്റെ പ്രേരണ കൊണ്ട് ലഭിക്കുന്ന ഈണം വിളംബര സ്വഭാവത്തോടുകൂടി അതിൽ ചേരുമുറപ്പാണ്. അവിടെ കാലത്തിൻ്റെ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന അക്ഷരങ്ങളാണ് നിങ്ങൾ ഗാനത്തിലൂടെ വായിക്കുന്നത്. ആ കാലം എന്ത് തീരുമാനിച്ചു, ഈ കാലം എന്ത് തീരുമാനിച്ചു, ജീവിതം കൊണ്ട് എന്ത് തിരിച്ചറിയുന്നു, എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു, ഇതെല്ലാം കാലത്തിൻ്റെ ദർപ്പണത്തിൽ പ്രതിഫലിക്കുന്നതാണ്. കാലത്തിൻ്റെ ദർപ്പണത്തിൽ പ്രതിഫലിക്കുന്നത് നാം തന്നെയാണ്. ആ ദർപ്പണം മുമ്പിൽ വച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്കെന്നെ കാണാം, നിങ്ങൾക്ക് നിങ്ങളെയും കാണാം. ആ ദർപ്പണം ഒരു തടസ്സമാകാതിരുന്നാൽ മാത്രം മതി. ദർപ്പണത്തിൻ്റെ പുറകിൽ രസം പൂശി വച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ കാണാൻ എളുപ്പമാണ്. പക്ഷേ ആ ദർപ്പണം എടുത്തു മാറ്റുന്ന മറ്റൊരു പ്രവൃത്തി കൂടി നിങ്ങൾ ചെയ്താൽ
തടസ്സമായി നിങ്ങളെ കാണുമാറ് സ്വാതന്ത്ര്യപ്പെടുത്തിയെന്ന് നിങ്ങൾ കരുതുന്ന ദർപ്പണത്തിനപ്പുറം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ദർപ്പണം നിങ്ങളെ കാണിക്കുന്നു, ദർപ്പണം എടുത്തു മാറ്റിയാൽ നിങ്ങൾക്ക് അപ്പുറം കാണാൻ പറ്റുന്നു. ആ സാധ്യത കൂടി ഉപയോഗിക്കാൻ ചിന്താശേഷിയുള്ള ഗാനരചയിതാക്കൾക്കോ കവികൾക്കോ തീർച്ചയായിട്ടും സാധിക്കും. ഒന്നും തടസ്സമല്ല, യാതൊന്നും തടസ്സമല്ല. പാട്ടിൻ്റെ മധുരമനോഹരമായ ഒരു കവിതക്കാലം എങ്ങനെ പകർന്നു കിട്ടി, ആ ഭാഗ്യകാലത്തിൻ്റെ പൂർവികതയെ സ്മരിച്ചുകൊണ്ട് ഭജിച്ചുകൊണ്ടല്ലാതെ പുതിയ കാലഘട്ടത്തിലെ പാട്ടുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. ഒന്നുറപ്പാണ്, നൊന്ത് മനസ്സിൽ നിന്ന് നൊന്ത് പുറത്തേക്ക് വരുന്ന വാചം യമം സ്വീകരിച്ച പദങ്ങൾ കവി ആഗ്രഹിച്ചാൽ പോലും പിൻവലിക്കുക സാധ്യം അല്ല. വാചം യമീയുടെ പ്രയോഗത്തെ ആനക്കൊമ്പിനോടാണ് കാവ്യചിന്ത താരതമ്യം ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ ബലത്തോടെ സൗന്ദര്യത്തോടെ ആവിഷ്കരിക്കപ്പെട്ട പദം പിൻവലിക്കുക അസാധ്യമായിരിക്കുന്നു. എന്തുപോലെ? ആനക്കൊമ്പ് പോലെ. ആനക്കൊമ്പ് ചതിലെടുക്കുകയില്ല, മുറിക്കാൻ പ്രയാസമാണ്, ഉറുമ്പരിക്കുകയില്ല, നഷ്ടപ്പെടുകയില്ല, വെള്ളത്തിൽ കുതിർന്നു പോവുകയില്ല. ചിലപ്പോൾ അത് ശില്പങ്ങളുണ്ടാക്കാൻ പ്രാപ്തമാക്കി ഏത് തരത്തിൽ മ്യൂസിയത്തിൽ വയ്ക്കാം, കയറ്റി അയക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അതിനെ രൂപപ്പെടുത്തി കൊത്തിയൊരുക്കാം. അത് പിൻവലിക്കുക അസാധ്യമാണ്, ആന വിചാരിച്ചാൽ പോലും. അതുപോലെയാണ് വാചം യമി സ്വീകരിക്കുന്ന വാക്കിൻ്റെ ആയുസ്. എന്നാൽ നിങ്ങൾ സ്വാർത്ഥത കൊണ്ട്, അനിഷ്ടം കൊണ്ട്, അവിശ്വസ്തത കൊണ്ട്, അശുദ്ധി കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് മാനുഷികത കൈവെടിഞ്ഞുപയോഗിക്കുന്ന വാക്ക് ആമത്തല പോലെ പിൻവലിക്കേണ്ടി വരും. ആ വാക്ക് കാലഘട്ടത്തിൻ്റെ ജീവിതത്തോട് സത്യസന്ധത പുലർത്തിയിട്ടില്ല. ആമത്തല അനിഷ്ടങ്ങളുടെ മുമ്പിൽ പിൻവലിക്കാനുള്ളതാണ്. അതിനിഷ്ടമല്ലാത്ത ശബ്ദം പ്രതിസന്ധികൾ വന്നാൽ ആമയ്ക്ക് അതിൻ്റെ തല പിൻവലിക്കാം, പക്ഷേ ആനയ്ക്ക് അതിൻ്റെ കൊമ്പ് ഒരിക്കൽ പുറത്തു വന്നാൽ പിൻവലിക്കുക അസാധ്യമാണ്. അനശ്വരമായ കവിതയെന്നോ ഗാനമെന്നോ പറയുന്നത് ഇത്തരം രചനകളെയാണ്. അങ്ങനെ വാചം യമികൾ കവിതയെയും ഗാനത്തെയും സമീപിക്കുമ്പോൾ അനശ്വര സുന്ദരമായ രചനകൾ കാലത്തിന് കിട്ടുന്നു, തലമുറകൾക്ക് കിട്ടുന്നു. അത് സാംസ്കാരിക സമ്പത്തായി നാം തേടി വയ്ക്കുന്നു, നേടി വയ്ക്കുന്നു, കരുതി വയ്ക്കുന്നു. പുനരുപയോഗത്തിനായി വീണ്ടും വീണ്ടും അന്വേഷണം നടത്തി കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ കവിതയെക്കുറിച്ച് ഗാനത്തെക്കുറിച്ച് സംഭാഷണം ചെയ്യാനെത്തിയിരിക്കുന്ന രണ്ട് സഹോദരന്മാരാണ് ഇടത്തും വലത്തും ഇരിക്കുന്നത്. ഈ സഹോദരങ്ങൾക്ക് തുഞ്ചൻ ട്രസ്റ്റ് അംഗം എന്ന നിലയിൽ, ആതിഥേയൻ എന്ന നിലയിൽ ഞാൻ ആത്മാർത്ഥമായ മനസ്സോടെ ഏറ്റവും നിർമ്മലമായ വചസ്സോടെ സ്വാഗതം പറയുകയാണ്. അധികം സംസാരിക്കേണ്ടത് ഞാനല്ല, ഇവർ രണ്ടുപേരും ആണ് അധികം സംസാരിക്കേണ്ടത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, MDR എന്നോട് പറഞ്ഞിട്ടുണ്ട്, MD രാജേന്ദ്രൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വേഗം പോകണം. ഒരു സിനിമയുടെ പാട്ടെഴുത്ത് ശില്പശാലയിൽ നിന്നാണ് ഈ വരവ്. ശ്രീകുമാരൻ്റെ സ്നേഹനിർബന്ധത്തിന് വഴങ്ങിയാണ് ഇവിടെ ഓടിയെത്തിയത്. അതുകൊണ്ട് അങ്ങനെ ഒരു കടപ്പാട് അവിടെ നിർവഹിച്ചു കൊടുക്കാനുണ്ട്. എനിക്ക് വേഗം പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അല്പം ദീർഘിച്ചു പോയോ എന്ന് ഞാൻ തന്നെ സംശയിച്ച് വിഷമിക്കുന്ന ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതൊരു പ്രസംഗമായോ ഒന്നും കരുതേണ്ടതില്ല. ഇത് നാം തമ്മിൽ ഒരു പാട്ട് ആസ്വദിക്കുന്നത് പോലെ, കവിത ആസ്വദിക്കുന്നത് പോലുള്ള മനോഹരമായ നിമിഷങ്ങളായി സ്വാതന്ത്ര്യത്തോടെ അങ്ങ് സ്വീകരിച്ചാൽ മതി, അങ്ങ് ഉൾക്കൊണ്ടാൽ മതി. ഇതിനേക്കാൾ കൂടുതൽ എത്രയോ മനോഹരമായി പ്രിയമായി ഈ രണ്ട് കാര്യത്തെക്കുറിച്ചും, വിഷയത്തെക്കുറിച്ചും, കവിതയെക്കുറിച്ചും, ഗാനത്തെക്കുറിച്ചും സംഭാഷണം ചെയ്യാൻ കഴിയുന്നവരാണ് ഈ സദസ്സിൽ എല്ലാവരും എന്നെനിക്കറിയാം. എല്ലാ സുഹൃത്തുക്കളോടും ഞങ്ങൾക്ക് ഇത്രയേ പ്രാരംഭമായി എനിക്കിവിടെ പറയാനുള്ളൂ. ഇതാ ഞാൻ ഈ മൈക്കുണ്ട് കയ്യിലല്ലേ, ഇതാണ് ഈ സന്ദർഭം.
MD രാജേന്ദ്രന് കൈമാറുകയാണ്. സ്വീകരിച്ചാൽ. ഹലോ, ഞാനിവിടെ ഒരാളിപ്പോൾ ഒരു ചെറിയ ഗുട്ടൻസ് പുറത്ത് വിട്ട് കളഞ്ഞാൽ കഷ്ടമായിപ്പോയി. പക്ഷെ കഷ്ടമല്ല, ഭാഗ്യമായി. ഒരുത്തരോട് മുമ്പേറ് കാശ് വാങ്ങിച്ചിട്ട് എറണാകുളത്ത് വെച്ച് പാട്ട് എഴുതാമെന്ന് വെച്ച് വിചാരിച്ചു. ഈ പാട്ട് എഴുതാൻ വേണ്ടി കാശ് വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുമ്പോഴാണ് എൻ്റെ ഭാര്യയുടെ ശൈലജയുടെ അമ്മ മരിക്കുന്നത്. ബെഡിഡനായിരുന്നു, ഒരുപാട് കാലമായിട്ട് കിടക്കുമായിരുന്നു. അമ്മ മരിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞത്, വേണ്ട സാറേ, ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആ ചടങ്ങ് കഴിഞ്ഞ് ചെല്ലാൻ വേണ്ടി ഇവർ കാത്തിരിക്കുക. ഒരു പോഷ് ഹോട്ടലിലാണ്. ഞാനിത് പറയാൻ കാരണം, എൻ്റെ അച്ഛനൊക്കെ പണ്ട് പാട്ട് എഴുതി ദൈന്യം പട്ടിണി കിടന്നാണ്. ഞാനൊക്കെ പോഷ് ഹോട്ടലിൽ ഈ മാതിരി ഉടുപ്പൊക്കെ ഇട്ട് ഡൈ ചെയ്ത് പോയി എഴുതുക. കാലത്തിൻ്റെ ഒരു മാറ്റമേ. അപ്പം എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോഴാണ് ശ്രീകുമാറിൻ്റെ ഈ സംഭവം വന്നത്. വാസ്തവത്തിൽ എന്നെ വിളിച്ചത് ശ്രീകുമാറല്ല, ഞാൻ കാണുന്നതും ശ്രീകുമാറിനെ അല്ല. സത്യം പറയാണ്, എൻ്റെ മുമ്പിലിരിക്കുന്ന മുഴുവൻ MD ആണ്. എൻ്റെ MD വാസുവേട്ടൻ, ഒരു വാസുവേട്ടൻ ഇതൊക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്നില്ലെങ്കിൽ ഈ വാസുവേട്ടന്മാരെന്നെ 2 ദിവസം കഴിഞ്ഞ് നിന്നെ കണ്ടോളാവിട എന്ന് പറയുമെന്ന് എനിക്കറിയാം. പിന്നെ പാട്ടിലെ നമ്മുടെ പാട്ട് ആസ്വദിക്കുന്ന ഏറ്റവും വലിയ ആസ്വാദകൻ ആരാണെന്നറിയാം? കേരളത്തിൽ പിണറായി വിജയനാണ്. എനിക്ക് സ്വപ്നത്തിൽ വിചാരമില്ല പിണറായി പാട്ട് ആസ്വദിക്കുമെന്ന്. ഞാൻ രാമനിലയത്തിൽ അച്യുതാനന്ദനെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിലിരിക്കുന്നു. അപ്പോൾ ശീർഷാസനം മറ്റും നടത്തുകയാണ്. അപ്പോൾ കയറാൻ പറ്റില്ല. സുനിൽകുമാറുണ്ട്, ഒരു MLA ഉണ്ടല്ലോ, മന്ത്രിയൊക്കെ ആയിരുന്നു. സുനിൽ പറഞ്ഞു, അവിടെ ഇപ്പോൾ കയറണ്ട, അദ്ദേഹം ശീർഷാസനമാണ്. അപ്പോൾ തിരിച്ചു പോകാനും വയ്യല്ലോ. അപ്പോൾ ആരോ പറഞ്ഞു, സെക്രട്ടറി മുകളിലുണ്ടെന്ന് പറഞ്ഞു. സെക്രട്ടറി ആരാണാവോ? അത് പിണറായി വിജയനാണോ? എനിക്ക് പിണറായി അറിയാം, അച്ഛനെ കാണാനൊക്കെ പണ്ട് വന്നിട്ടുണ്ട് AKG ഒക്കെ ഉള്ള സമയത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തെ പോയി കണ്ടു. എൻ്റെ കാര്യം പറയല്ല, പാട്ടിനെക്കുറിച്ച് പറയാൻ പറയുകയാണ്. അവിടെ ചെന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമ ഉണ്ടാക്കി. ചെമ്മണ്ണൂരെ സഹാക്കളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വിലക്ഷണമായ ഒരു സാധനം എഴുതി ഉണ്ടാക്കി. അത് അയാളുടെ അതേ വീക്ഷണം. എൻ്റെ അടുത്ത ഫ്രണ്ടാണ് ശ്രീനിവാസൻ. അപ്പോൾ ഇവനിത് എഴുതി ഉണ്ടാക്കിയത് ഞാൻ പടം കണ്ടു. എനിക്ക് ആ ഒരു ആത്മരോഷത്തിരിക്കുകയാണ്. ഞാൻ പുള്ളിയെ ചെന്ന് കണ്ടു പറഞ്ഞു, ഇങ്ങനെ ഞാൻ ദാമോദരൻ്റെ മകനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കി, ഒരു മുറിക്കുകയും ബനിയനൊക്കെ ഇട്ടിട്ട്, പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് പുള്ളി അടിക്കാൻ വന്ന പോലീസ് വല്ലതാണെന്ന് പുള്ളി നോക്കുന്നത്. ഇങ്ങനെ നോക്കി അകത്ത് കയറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ VS-നെ കാണാൻ വന്ന അദ്ദേഹം ശീർഷാസനത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു എന്നോട്, എന്താ വന്ന വിശേഷം? അപ്പോൾ ഞാൻ സഖാവിനോട് പറയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഈ അറബി കഥ എന്നൊരു സിനിമ കൊണ്ടുവന്ന് ചോദിച്ചു. പുള്ളി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കലാകൗമുദിയിലും ഒരുപാട് സ്ഥലങ്ങളിൽ വിലക്ഷണമായിട്ട് പാർട്ടിയെ തകർക്കുന്ന ഒരു സാധനമായിട്ട് വന്നു. ചെമ്മണ്ണൂർ സഹകളെല്ലാം കുഴപ്പക്കാരാണ്, പിമ്പുകളാണ്, ഇവരൊക്കെ പല സ്ഥാപനവും നടത്തുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭയങ്കരമായ പാർട്ടിക്കെതിരെയുള്ള ആക്ഷേപമാണ് വരുന്നതെന്ന് ഞാനിങ്ങനെ വികാരഭരിതനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം അത് മുഴുവൻ കേൾക്കുന്നു. അപ്പം എൻ്റെ ധാരണ ഇദ്ദേഹം പ്രതികരിക്കുമല്ലോ, പ്രതിയൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, പകരം ഒരു സിനിമ ഉണ്ടാക്കണ്ടേ? അറബി കടങ്കഥ എന്നൊരു സിനിമ വേണ്ടേ? ഇതൊന്ന് പൊളിച്ചെഴുതണ്ടേ? അപ്പോഴാണ് മറുപടി വന്നത്. എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. പുള്ളി ഒരു പാട്ടങ്ങ് പാടി. ഞാൻ ആ പടം കണ്ടിട്ടില്ല, അദ്ദേഹം പറഞ്ഞാണ്, ഞാൻ ആ പടം കണ്ടിട്ടില്ല. പക്ഷേ രായം തന്നെ ആ പാട്ട് കേട്ടിട്ടുണ്ടോ? നല്ല പാട്ടാണ്. ചോര വീണ മണ്ണിൽ നിന്ന്, ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം, എൻ്റെ പാട്ടുണ്ട്. ഇത് പുള്ളി പാടുക അവിടെ വന്നിട്ട്. അപ്പം ഇതാണോ പിണറായി വിജയൻ? വേറെ വല്ല വിജയനോ ആണോ ഇത്? അദ്ദേഹം അത് പാടി. ഇത് പറയാനുള്ള കാരണം, അത്രത്തോളം ഇഫക്റ്റീവ്. ആ പാവപ്പെട്ട ഗാനേതാവ് മരിച്ചുപോയി. എൻ്റെ പേരെന്താണ് അറിയില്ല. അതാണ് അനിൽ പനച്ചൂരാൻ. അയാൾ എഴുതിയ ആ പാട്ട് പിണറായി വിജയൻ എന്നുള്ള പാർട്ടി സെക്രട്ടറി എന്നോട് പറയുകയാണ്. അപ്പം ഞാൻ ആ പടത്തിനെ കുറ്റം പറയുമ്പോൾ അതിലെ പാട്ടിലെ ആ പാട്ട് ആസ്വദിക്കുന്ന ഒരു ഹൃദയം ആ മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അതുപോലെ കുഞ്ഞാലിക്കുട്ടി, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എനിക്ക് വളരെ അടുപ്പമുള്ള എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. പുള്ളി പറയാണ്, കുറിവരച്ചാലും എന്നുള്ള പാട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. സമദാനിയുടെ വീട്ടിലും അത് വയ്ക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈ പാട്ടുകൾ പറഞ്ഞു വന്ന പോയിൻ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുദ്ദേശത്തിന് എഴുതുന്നോ അതാണ്
ഇവിടെ ഇഫക്റ്റീവ് ആവുന്നു, ജനങ്ങളിലേക്ക് സ്പർശിക്കണം. അങ്ങനെ പാട്ട് എഴുതാൻ നടന്നവരുടെ പേരിൽ ആദ്യം പറയേണ്ട ആൾ എടശ്ശേരിയാണ്. എടശ്ശേരിയുടെ പാട്ടുകളാണ് ഏറ്റവും നല്ല സിനിമാ പാട്ടുകൾ. അത് മനസ്സിലാക്കിയതും വാസുവേട്ടനാണ്. അത് രാഘവ മാഷ്ട ട്യൂണല്ല പ്രധാനം. നിർമ്മാല്യത്തിൽ വെളിച്ചപ്പാടിന് മുഖത്തേക്ക് തുപ്പിയതല്ല വിപ്ലവം, എടശ്ശേരിയുടെ ആ പാട്ടാണ്. അത് രാഘവ മാഷ്ടയുടെ ഒരു പ്രത്യേക അലൗകികമായ നാദത്തിൽ വന്നപ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോയി. സമയമായി സമയമായി തേരിറങ്ങുകമ്പേ. എന്ത് ഗംഭീരമാണെന്നറിയാം ഓരോ വരികളും. ക്രൂരയാണ് കുപിതയാണ് ഞങ്ങളുടെ ദേവി. ഞാനും ഗോപിയും നമ്മുടെ എന്താണ് യുവ അഭിമന്യു എന്നൊക്കെ പറയും, ചെറുപ്പത്തിൽ വന്ന് പുതിയ ആൾ. ഇവരടക്കമുള്ള തലമുറ ഞെട്ടിച്ചു. എടശ്ശേരി എന്നുള്ള മഹാൻ, അദ്ദേഹം എഴുതിയ ഏറ്റവും വലിയ പാട്ടെന്താണെന്നറിയാം. അച്ഛൻ പറയാറുണ്ട്, അക്കിത്തത്തിൻ്റെ കവിതയൊന്നും അല്ല കവിത, എടശ്ശേരിയുടെയാണ്. അക്കിത്തം ഇരിക്കുമ്പോഴാണ് പറയുക. അപ്പം അക്കിത്തം എന്ത് പറയും? അച്ഛൻ ഇത് പറയുമ്പോൾ അക്കിത്തത്തിന് എതിർക്കാൻ പറ്റാത്തതുകൊണ്ട് അക്കിത്തം എന്ത് ചെയ്യുമെന്നറിയാം, എന്നൊരു ശബ്ദത്തിൽ, എന്നുവെച്ചാൽ മുറുക്ക് വന്നതിൻ്റെ ഒരു ഇഫക്റ്റ് മാത്രം കാണിക്കും. എന്താണ് അച്ഛൻ പറയുന്ന വരി? അത് MT എപ്പോഴും കൂട്ടിയാറുണ്ട്. ഏതാണ്? എല്ലാവർക്കും അറിയാം. ഈ തുഞ്ചമ്പറമ്പ് ഇരുന്ന് ഞാൻ പറയുകയാണ്, അത്രയും നല്ലൊരു കവിത എഴുത്തച്ഛൻ പോലും എഴുതിയിട്ടില്ല. എന്തു പറയല്ല, എന്താണത്? കൊഴിവെട്ടി മൂടുക വേദനകൾ, കൊതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ, അധികാരം പെയ്യണം ആദ്യം നാം, അതിനു മേലാകട്ടെ പൊന്നാര്യൻ. ഇതാണ് പ്രശ്നം. ഇപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? അധികാരം. ഒരുത്തനെ പിടിച്ചുകൊണ്ട് പോയി ഒരു ഭാഗത്ത് ഇട്ടിരിക്കുകയാണ്, കൊല്ലാനോ വളർത്താനോ. സമാധാനം പറയാൻ രാജ്യക്കാരെല്ലാം അങ്ങോട്ട് പോയിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിൽ ഒരു അച്ഛനെ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. കൊല്ലാനാണോ വളർത്താനോ എന്നറിയില്ല, എന്ത് പ്രത്യയശാസ്ത്രമാണെന്ന് അറിയില്ല. പക്ഷേ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്ന മണവൂർ രാജൻബാബു, ഇയാൾ പാട്ടെഴുതി എന്ന് പറഞ്ഞപ്പോൾ ഇയാളുടെ ജോലി പോയി പോലീസിൽ നിന്ന്. ഒരു കാറിൽ ഈ മനുഷ്യൻ പണ്ട് അച്ഛന് കത്തൊക്കെ അയക്കും അവതാരികയ്ക്കൊക്കെ വേണ്ടിയിട്ട്. എനിക്ക് ഇയാളുടെ അക്ഷരം വളരെ ഇഷ്ടമാണ്. ഈ മണമ്പൂർ രാജൻബാബു ഇയാളൊരു രക്തസാക്ഷിയാണ്. ഇതൊക്കെ എന്തിൻ്റെ ഇതാണ്? അധികാരത്തിൻ്റെയാണ്. അധികാരം കൊയ്യണം ആദ്യം നാം, അതിനു മേലാകട്ടെ പൊന്നാര്യൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള ഗാനരചയിതാവ് ഞാനുമല്ല, ഈ എടശ്ശേരിയുമല്ല, ആരുമല്ല. ആരാണ്? ഒരേ ഒരാളേ ഉള്ളൂ, വേടൻ. ഈ വേടൻ മുന്നേ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴും. ഇവൻ്റെ നല്ല വരികളുടെ ആശയം ആരും മനസ്സിലാക്കിയില്ല. ആദ്യത്തെ വേടനുണ്ടല്ലോ, മാനിഷാദ, എൻ്റെ ലേറ്റസ്റ്റ് ഫോമാണിത്. ഈ വേടൻ പാടി നടന്നപ്പോൾ അവൻ്റെ ദുഃഖങ്ങൾ പറഞ്ഞപ്പോൾ നല്ല വരികളുണ്ട് അതിനകത്ത്. അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത സംസ്കൃതത്തിലുള്ള പ്രാവീണ്യമൊന്നുമല്ല പ്രധാനം, അവൻ്റെ വേദനയാണ്. അതുകൊണ്ടാണ് അവന് സപ്പോർട്ട് വന്നത്. അപ്പോൾ ഈ വേടൻ എന്ന് പറയുന്ന ആളിലേക്കുള്ള ആദ്യത്തെ തുടക്കം മാനിഷാദ അവിടുന്ന് തുടങ്ങുകയാണ്. അത് എടശ്ശേരിയിലേക്ക് വരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് എൻ്റെ അച്ഛൻ വരുന്നു, പൊൻകുന്നം ദാമോദരൻ. ഏറനാട്ടിൻ നോട്ടിനായി കാളയെ പോരണ്ട നീ, തോറ്റു തുന്നം പാടുക നീ, കാളയെ പോരണ്ട നീ എന്ന് പറഞ്ഞിട്ട് പണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ പൊന്നാനിയിൽ ഹരിദാസേട്ടനൊക്കെ അറിയാമത്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഉണ്ട്, പക്ഷേ ഫ്രണ്ട്സാണവർ. ബിജുജാവിക്ക് ഇഷ്ടമാണ് ദാമോദര മേനോനെ. ആ കാലഘട്ടത്തിൽ എഴുതിയ പാട്ടുകൾക്ക് പ്രസക്തിയും ഉണ്ടായിരുന്നു. അത് ട്യൂൺ ചെയ്യാൻ ബാബുരാജും ഉണ്ടായിരുന്നു. അത് മാറി, കാറ്റിൻ്റെ ഗതി മാറി, ഇരവിൻ്റെ തലകൊയ്യുന്ന അരിവാളായി അമ്പിളി പൊങ്ങി എന്ന് പൊൻകുന്താവൻ എഴുതിയപ്പോൾ തോപ്പിൽ ഭാസിയും ONV ഒക്കെയുള്ള KPSC അവിടെ എന്തെഴുതി? പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ. ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത്? സമൂഹ പരിഷ്കർത്താവായിട്ടുള്ള കവികൾ, എടശ്ശേരിയെ പോലെയുള്ള അങ്ങനെയുള്ള ആൾക്കാർ. ഞാനൊരു വരുമ്പോൾ ആലോചിച്ചു, ഈ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ആദ്യം വാൽമീകിയുടെ പ്രശ്നം, അത് കഴിഞ്ഞ് എടശ്ശേരി, കുഞ്ഞനമ്പേരെ മറക്കുന്നില്ല, എടശ്ശേരി. അതിനുശേഷം ആര് വന്നു? അച്ഛനും എടശ്ശേരിയും. ആ ഗ്യാങ് കഴിഞ്ഞപ്പോൾ പിന്നെ ആരാണ് വന്നത്? പിന്നെ വന്നത് കടമ്മനിട്ടയാണ്. കടമ്മനിട്ട കവിത എന്തായിരുന്നു?
നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. അസംബ്ലിയിൽ എല്ലാവരും പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ബില്ലിൻ്റെ ചർച്ചയാണോ എന്നുള്ള ആൾക്കാർ ധരിക്കുന്നത്. ഈ അക്ഷരാഭ്യാസമില്ലാത്ത എം എൽ എമാരുണ്ടല്ലോ, ഇവിടെ അല്ല, വേറെ സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്നുള്ള വരി അയ്യപ്പണിക്കർ എഴുതിയില്ല, ഇദ്ദേഹം എഴുതി. ആര്? സാക്ഷാൽ കടമ്മനിട്ട. ഇടതുപക്ഷത്തിൻ്റെ സാരഥിയായിട്ട് പുള്ളി മാറി, പുള്ളി MLA ആയി മാറി. ആ വരികളങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ആരാ വന്നത്? പിന്നെ ആരുണ്ട് സുഹൃത്തുക്കളെ അതുപോലെ വരി എഴുതി ആരെങ്കിലും ധൈര്യമായിട്ട്? ധൈര്യമില്ല. ഇപ്പം ഞാനിവിടെ ഇരിക്കേണ്ടതല്ല, ഭരതനും ഞാനും ജയിലിൽ പോകുന്നതാണ് സുഹൃത്തുക്കളെ. ഭരതനും ഞാനും കൂടെ ഒരു പാട്ട് കമ്പോസ് ചെയ്തു. എവിടെ വെച്ച്? നമ്മുടെ മദ്രാസിൽ വെച്ച്. എനിക്കാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട്. ആകാശവാണിയിലെ ജോലി ഒരു വലിയ ബേഡനാണ്. ആ സമയത്ത് 2 എണ്ണം ഭരതനും മോഹനും ഒരുമിച്ച് എന്നെ വിളിക്കുന്നു. ഞാൻ പോകുന്നു. അതൊന്നുമല്ല പ്രധാനം. AVMC AVMG, ഒരിടത്ത് മോഹൻ ഒരിടത്ത് ഭരതൻ. ഇവർക്ക് രണ്ടും കണ്ടുകൂടാ. 2 പേർക്കും, 2 സംവിധായകർക്കും പരസ്പരം കണ്ടുകൂടാ. ഭരതനാണെങ്കിൽ കീരവാണി കൊണ്ടുവന്നിരിക്കുന്നു, ജോൺസനെ വെച്ചിട്ട് മോഹൻ. ഞാൻ ഈ രുക്മിണിയും വേണം, സത്യഭാമയും വേണം. അതുകൊണ്ട് എനിക്ക് ലീവും ഇല്ല. അതുകൊണ്ട് ഒരേ ദിവസം 2 നടന്നുകൊണ്ടിരിക്കും. ഇനിയാണ് യാതന വരുന്നത്. കീരവാണി ഒരു തെലുങ്കനാണ്, നല്ല മനുഷ്യനാണ്, ചെറുപ്പക്കാരനാണ്, രാജാമണിയുടെ ശിഷ്യനാണ്. രാജാമണി അറിയോ? ഇല്ല. ചിദംബരനാഥിൻ്റെ മകനാണ്. അതറിയോ? ചിദംബരനാഥിനെ അറിയോ? ഇല്ല. ആർക്കും അറിയില്ല. ചിദംബരനാഥിനെ അറിയില്ല. പിന്നെന്ത് ചെയ്യും? ആരാണ്? കരയുന്നവഴി ആകാശവാണിയിലെ മ്യൂസിക് ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിനെ പോലെ ഒരു നല്ല കരയുന്നവഴിയൊന്നും അല്ല. അദ്ദേഹത്തിന് നിങ്ങൾക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ കരയുന്നവഴ നിങ്ങളെ കരയുന്നുണ്ട്. വലിയൊരു വെറ്ററൻ മ്യൂസിക് ഡയറക്ടർ. ദേവരായ മാഷ് നിങ്ങളത് കണ്ടിട്ടില്ല, പഴയ റെക്കോർഡിംഗ് സിസ്റ്റം കാണണം. ദേവരായ മാഷ് ഇവിടെ ഇരിക്കും. ഞാൻ പാട്ടെഴുത്തുകാരൻ ഭാവം പഞ്ചവച്ചുകൊണ്ടൊക്കെ അടുത്ത് നിൽക്കുകയാണ്. അദ്ദേഹം എൻ്റെ വരി തിരുത്തുകയല്ല, എൻ്റെ കവിത ട്യൂൺ ചെയ്യുകയാണ്. അത് ആലോചിക്കണം. കവിതയിലെ എല്ലാ അർത്ഥങ്ങളും മനസ്സിലാക്കിയിട്ട് ട്യൂൺ ചെയ്യുമ്പോൾ ഒരു 100 വയലിനിസ്റ്റ് പുറകെ ഇരിക്കും. ഇവന്മാർ വയലിൻ വായിക്കുമ്പോൾ BGM ശരിയാണോ എന്ന് പുള്ളിക്കറിയാം. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ വലിയ സംഗീതജ്ഞൻ അവിടെ പോയിട്ട് ഡെയിലി പോയി വായിച്ചാൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടും. അതിനാണ് വരുന്നത് ദേവരായ മാഷ്ട കീഴിൽ. ഇളയരാജയൊക്കെ അങ്ങനെ വന്നതാണ്. അപ്പോൾ 32ാമത്തെ വയലിൻ ഇങ്ങർക്കറിയാം അത് ശരിക്കും വർക്ക് ചെയ്യുന്നില്ലെന്ന്. അപ്പോൾ പുള്ളി വളരെ കൂളായിട്ട് ചിദംബരനാഥ് ഉറങ്ങിയോ? അപ്പോൾ അയാളുടെ വയലിൻ ഈ ഗ്രൂപ്പിൽ വായിക്കുന്നതുകൊണ്ട് ഇയാൾ വായിക്കാതിരിക്കുകയാണേ. കാശ് കിട്ടത്തില്ല കേട്ടോ, മലയാളിയോട് ഞാൻ പറയും. ഇതൊക്കെ മറ്റവന് കേൾക്കാം. അതാണ് ചിദംബരനാഥ്. അങ്ങനെ വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ആ പാരമ്പര്യം വെച്ചിട്ട് അതിമനോഹരം. MDക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടറായിരുന്നു ചിദംബരനാഥ്. MDയുടെ നല്ല പടങ്ങളൊക്കെ ഏതാണ്? പകൽ കിനാവിൻ സുന്ദരമാകും പാലാഴി കരയിൽ പണ്ടേ നിന്നെ കണ്ടിട്ടുണ്ടൊരു പവിഴ കൽപ്പടവിൽ. നമ്മുടെ ബേസിലാണ്. ആ ബേസിലൊന്നും ഒരുത്തനും പാടാൻ പറ്റില്ല. എപ്പോഴെന്നറിയില്ല, എന്നാണെന്നറിയില്ല, എന്നാണെന്നറിയില്ല പകൽക്കിന. ഇത് ദാസേട്ടൻ്റെ വോയിസിൽ ഒഴുകി ഇങ്ങ് വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ചിദംബരനാഥിനെ മറക്കും. യു വാസ് ദ ഗ്രേറ്റ് മാൻ. ഞാൻ പറഞ്ഞു വന്നത്, ആ ചിദംബരനാഥ് 32ാമത് ആയിട്ട് നിന്ന് വയലിൻ വായിക്കുമ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് മാഷ് അറിയില്ല എന്ന് വെച്ചിട്ട് വായിക്കാതിരിക്കുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു അന്ന്. ഇത് കണ്ടുപിടിക്കുന്ന കൂർമ്മബുദ്ധിയായ ദേവരാജ മാഷ് പോലും സറണ്ടർ ചെയ്തത് നമ്മുടെ ഈ ട്രാൻസ്ഫോർമേഷനിലാണ്. പണ്ട് വന്നൊരു സിനിമയുടെ ട്യൂണാണ്, എല്ലാവർക്കും അറിയാം, എഴുതുന്നവനറിയാം, എല്ലാം അറിയാം. പക്ഷേ ഈ പാവപ്പെട്ട എഴുത്തുകാരൻ പോയി പിന്നെ അത് എഴുതി കൊടുക്കുകയാണ്. ആ ഗതികേട് എനിക്കുണ്ടായി. അത് തന്നെ എൻ്റെ പിന്നാലെ വന്ന പണ്ട് ക്രൈസ്റ്റ് പറയുകയല്ലേ, എന്താണ് ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനില്ല. അത് കറക്റ്റ്. അവളുടെ ചെരുപ്പുണ്ടെന്നോ അതിന് യോഗ്യതയില്ല. ഇവനോടും പറഞ്ഞു, എന്നോടും പറഞ്ഞു. അതാ വന്ന ട്യൂണിന് പിന്നെ എഴുതി കൊടുക്കാൻ പറയാൻ പറ്റുമോ? ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്, എല്ലാവരും കേട്ടും അടുത്താണ് അപ്പോൾ ആ ട്യൂണ്. അപ്പോൾ മോഹനും കാച്ചപ്പള്ളിയൊക്കെ ആലോചിക്കുക, ട്യൂൺ കിട്ടുന്നില്ല. ജോൺസന് ട്യൂണില്ല, എനിക്ക് ട്യൂണില്ല എന്നിട്ട് ഞാൻ ബാത്റൂമിൽ പോയി.
അപ്പം ഞങ്ങൾ താമസിക്കുന്ന വലിയ ഹോട്ടലിൻ്റെ വേറൊരു അരവിന്ദനുണ്ട്, വൈക്കിൻസ് അവർ വേറെ ഒരു പരിപാടിക്ക് വന്നി, ചന്ദ്രശേഖരനെ വൈക്കോൻ വന്നിട്ടുണ്ട്. അരവിന്ദൻ്റെ പടത്തിൽ പാട്ടില്ലല്ലോ, താഴെ പാട്ടുണ്ടാക്കാൻ ഞങ്ങൾ വിഷമിക്കുകയാണ്. ജോൺസൺ പറഞ്ഞു, MTR ഒരു രക്ഷയില്ല, ഞാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്രൊഡ്യൂസറുടെ ഭാര്യ പാവം മരിച്ചുപോയി, സുജാത, പുള്ളിയുടെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി ഈ പ്രൊഡ്യൂസർ പോയി, ഡേവിഡ് കാച്ചപ്പള്ളി. ഇയാൾ പോയിട്ട് മദ്രാസിൽ ഈ ഭക്ഷണം കൊണ്ടുവരാൻ പോയപ്പോൾ അവർ പാട്ടുണ്ടാക്കാൻ വിഷമിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി വെറുതെ ഈ ഡേവിഡിന് ഭക്ഷണം എടുത്ത് കൊടുക്കുമ്പോൾ ഒരു പാട്ട് മൂളി. ഡേവിഡിനൊരു പാട്ടറിയാം. അപ്പോൾ ഡേവിഡ് പറഞ്ഞത് കൊള്ളാമല്ലോ. പുള്ളി ഇന്നസെൻറ്റിനെ പാടി കേൾപ്പിച്ചു. ഇന്നസെൻറ്റിൻ്റെയും ഡേവിഡിൻ്റെയും ആദ്യത്തെ പടമാണ്. അപ്പോൾ ഇന്നസെൻറ്റ് പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ, ഇത് പറഞ്ഞാൽ മതി. അല്ല, ഇത് വേറെ പാട്ടിൽ സാരമില്ല, അവൻ അടിച്ചു മാറ്റിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇന്നസെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി ജോൺസണോട് പറയുന്നു. ജോൺസൺ ഇങ്ങനെ ട്യൂണില്ലാതെ വിഷമിക്കുകയാണ്. ഞാനാണെങ്കിൽ ഈ ട്യൂൺ കിട്ടാതെ, വരി കിട്ടാതെ, ലീവ് നഷ്ടപ്പെട്ട് ജോലി പോകും എന്നുള്ള പേടിയിൽ ബാത്റൂമിൽ പോയിരിക്കുകയാണ്. ബാത്റൂമിൽ ചെറിയ പ്രശ്നമുണ്ടല്ലോ, വല്ലാത്ത വിഷമം നിങ്ങൾക്ക് ഉണ്ടാവാൻ വഴിയില്ല, ഒരു അസ്കിത വരും. വിരേചനയ്ക്കല്ല എങ്കിലും ഒരു ഇതുണ്ടല്ലോ. ഞാൻ അങ്ങനെ ബാത്റൂമിലിരിക്കുമ്പോഴാണ് ജോൺസൺ MTR ട്യൂൺ കിട്ടി. ഞാൻ പറഞ്ഞു, ഞാൻ അകത്തിരിക്കുക, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ജോൺസൺ അറിയില്ല. എന്താ വരി? പുള്ളി ഞാൻ വരി ആലോചിച്ചോളൂ, ഞാൻ പാടാമെന്ന് പറഞ്ഞു. പാട്ട് പാടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല പാട്ട്, എൻ്റെ വരികൾ ഞാൻ മറന്നുപോയി. ലാ ലാ ലാലേ ലാലേ രേന ലാ 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 ലാലേ രേന ലാ 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 ലാലേ ലാ 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 ലാലേ രേന. പാട്ടുണ്ട്, എഴുതിക്കൊള്ളാൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഈ ക്ലോസറ്റ് അവിടെ ഇരിക്കുമ്പോൾ എഴുതാനുള്ളൊരു മൂഡ് ആലോചിച്ച് നോക്കി. അവിടെ വെച്ച് എഴുതിയ പാട്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. വാസോട്ടിന് ക്ഷമിക്കട്ടെ. അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ, എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി, അനുഭൂതി ധന്യമാം ശാദ്വല ഭൂമിയിൽ നവനീത ചന്ദ്രിക പൊങ്ങി. ഇരിക്കുന്ന ബാത്റൂമിലാണ്, വരികൾ തപ്പാൻ പറ്റില്ല. ഞാൻ ആലോചിച്ചപ്പോൾ മങ്കു മഹാലക്ഷ്മിയുടെ പഴയ പാട്ടുണ്ട്, അതിലൊരു നവനീതന്ത്രി കിടപ്പുണ്ട്, നവനീത ചന്ദ്രിക. ആലോചിച്ചു, അതിവിടെ ഫിറ്റ് ചെയ്യാം. ബാത്റൂമിലാണ്, കഴുകിയിട്ടില്ല. അനുഭൂതി ധന്യമാം ശാദ്വല ഭൂമി. പ്രശ്നമായി. മറ്റവൻ്റെ നല്ല പാട്ട് കിടക്കാം. മങ്കമ്മൻ്റെ അടുത്ത ഫ്രണ്ടാണ്. തമ്പി മങ്കമ്മും കൂട്ടുകാരായിരുന്നു. തമ്പി കുറച്ചുകൂടെ പാട്ട് കൂടുതൽ എഴുതിയെങ്കിലും കുറച്ചുകൂടെ കാവ്യാംശം എനിക്ക് തോന്നിയിട്ടുള്ളത് മങ്കമ്മിലാണ്. നവനീത ചന്ദ്രികേ തിരി താഴ്ത്തു, വയലാറിൻ്റെ കേട്ടില്ലേ? നവനീത ചന്ദ്രികേ തിരി താഴ്ത്തു, നക്ഷത്ര തിരി കൊളുത്തു, നാണം മറന്നൊരി നാഥൻ. നല്ല പാട്ടത്. ഞാനും അജയഘോഷൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാതെ. ഒരു നവനീത എന്തിനും ഇങ്ങോട്ട് ഫിറ്റ് ചെയ്താലും ട്യൂൺ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഒരു വരി പോയാലും മങ്കമ്മ ഫ്രണ്ടല്ലേ, കക്കൂസിലായിരുന്നു എന്ന് പറയാം. ലീവില്ല എനിക്ക്. അത് ഇറങ്ങിയപ്പോൾ തന്നെ വരി ഓക്കെ, ജോൺസനെ ഏൽപ്പിക്കുന്നു, അത് പാട്ടാവുന്നു. അതാണ് സ്വാഗത പ്രാസംഗികൻ പാടി തന്നെ. ഇത് പകുതി കോപ്പിറിട്ട് മങ്കമ്മനാണ്, മരിച്ചുപോയി. പ്രസംഗം ഞാൻ അന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ പറഞ്ഞു. MT ഉള്ള സ്ഥലത്ത് സത്യം പറയണം, അതുകൊണ്ടാണ് സത്യം പറയുന്നത്. കൺമണിപ്പൂവേ ടെൻഡനെ. ആ പാട്ട് ആർക്കറിയാമോ? തുടരുന്നുള്ള പടം. അപ്പോൾ ഇത് എൻ്റെ സുഹൃത്താണ് കൈതപ്പുറം. പുള്ളി പണ്ട് ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്, ഇതേ ട്യൂണാതെ. അപ്പോൾ കൈതപ്പുറത്തിൻ്റെ വീട്ടിൽ അങ്ങേരുടെ മക്കളൊക്കെ അങ്ങേരുടെ പാട്ടാണ് ഇത് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത്. ഇയാളുടെ കുറ്റമല്ല, ആരുടെയും കുറ്റമല്ല. എന്താ സംഭവിച്ചത് അറിയാതെ എന്നുള്ള ഇഫക്റ്റാണ്. ഇത് കഥയിലും വരും, പാട്ടിലും വരും. അപ്പോൾ ഗോപിയാണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങളൊക്കെ വിഷമിക്കുന്ന ഒരു വിഷമം എന്താണെന്നറിയാം, നല്ല കവിത വരും. പക്ഷേ വന്ന ട്യൂണുകൾക്കനുസരിച്ചാണ് എഴുതേണ്ടി വന്നാലും ഒന്നുകിൽ നമ്മളത് അറിയില്ല, അറിഞ്ഞാലും നമ്മൾ കണ്ണടയ്ക്കും. ഒരുപാട് പാട്ടുകൾ. നീ അകലെ എന്നൊരു പാട്ടുണ്ട്, ONVയുടെ ഏറ്റവും ഫേമസ് ആയ പാട്ടാണ്. ഏതാ പാട്ട്? ഏതാണ്?
നീ മധുപകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മായല്ലേ മറയല്ലേ നീലനിലാവുളിയേ. ഇതാണ് ആ പാട്ട്. പക്ഷേ ആ പാട്ടിന് പകരം ഒരുത്തൻ എന്നോട് പറയാണ്, വലിയ ഫേമസ് ഡയറക്ടറാണ്, പുള്ളി പറയാണ് ഈ പാട്ട് എഴുതി കൊള്ളാൻ പറഞ്ഞു. ഞാൻ പാട്ട് എഴുതി കൊടുത്തു. ഈ വരിക്കൊത്ത് വേണം. ഞാൻ കൊടുത്തു. ഉണ്ണിമേനൻ റെഡിയാക്കുക പാടാൻ. യേശുദാസ് എവിടെ അമേരിക്കയിട്ട് പോയി. ഉണ്ണിമേനെ വിളിച്ചു. ഉണ്ണിമേനൻ പാടാൻ തുടങ്ങുക. ഏതാണ്? നീ അകലെ നീ അകലെ എന്നോമൽ സ്വപ്നമേ, കുളിരമ്പിളി പൊന്നമ്പിളി എൻ മനസ്സോ നിന്നരികെ. അതാണ് പാട്ട്. അപ്പോൾ നീ മധുപകരു മലർ ചൊരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഈ പാവപ്പെട്ട ഗാനരചയിതാക്കൾ കവികളാണെങ്കിലും ഗതികെട്ട് അങ്ങനെ വിഷമിക്കേണ്ടി വന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ കയറി മ്യൂസിക് ഡയറക്ടറായി. ഞാനിപ്പോൾ 8 പടത്തിൻ്റെ പാട്ട് ചെയ്തു. ഇപ്പോൾ തമിഴിലൊന്നും ചെയ്യാൻ പോവാണ്, തെലുങ്കിൽ ചെയ്യാൻ പോവാണ്. ഇവരെയൊക്കെ വിളിക്കാൻ പോകുന്നത്. കാരണം എന്താണെന്നറിയാം, ഇവർ ഓൾറെഡി ഇപ്പോൾ അതല്ലാത്തതുകൊണ്ട് ഇവരെ ബലിയാടുകളാക്കാം. ഞാൻ ഈ മോഷ്ടിക്കുന്ന ട്യൂണൊക്കെ ഒരു പക്ഷേ എഴുതുന്നവൻ എഴുതിക്കോളുമല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട കീരവാണി, അദ്ദേഹം തെലുങ്കിൽ ചെയ്ത ഒരുപാട് നല്ല പാട്ടുണ്ട്. ഭരതനോടും എന്നോടും പുള്ളി പറയുകയാണ്, ആ സമയം പറയാൻ വിട്ടുപോയത്, ആ MTR എഴുതിക്കോളൂ ഇത് വരി. കാമപാഠ പുസ്തകം കൊണ്ടുവന്ന ബാലിക. നമ്മുടെ കീരവാണി അറിയില്ലേ? കാമപാഠ പുസ്തകം കൊണ്ടുവന്ന ബാലിക. ഭരതനാണ് ഏറ്റവും വലിയ ഇറോട്ടിക്കായിട്ടുള്ള സങ്കല്പമുള്ള ആൾ. എന്നാലും ഒരു പെൺകുട്ടി സെക്സ് ബുക്കുമായിട്ട് വന്നു എന്നുള്ളത് പുള്ളി ഞെട്ടിയിരിക്കുക. പുള്ളിയുടെ പുള്ളി എന്നെ നോക്കുന്നു, ഞാനും വരണ്ടിരിക്കുകയാണ്. ഇത് എഴുതിയാൽ മതി, ഡമ്മി. കാമപാഠ പുസ്തകം കൊണ്ടുവന്ന ബാലിക. അയ്യോ, ഈ സമയത്ത് ഡേവിഡ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, മോഹൻ്റെ പടം അപ്പുറത്തുണ്ട്, എന്തെങ്കിലും എഴുതാമെന്ന് വെച്ചു. പക്ഷേ ദൈവം അനുഗ്രഹിച്ചു, ഗുരുവായൂരപ്പൻ ഇങ്ങനെ വരികയല്ലേ. ആദ്യരോമഹർഷവും അങ്കുലീയ പുഷ്പവും കാമപാഠ പുസ്തകം കൊണ്ടുവന്ന ബാലിക, അനുഭൂതി പകരുന്ന മധുരം ആദിവാസ്വപ്നവും ആനന്ദ ബാഷ്പവും കതിരിടും കൈയടിക്കാത്തതെന്താ ഹൃദയങ്ങളിൽ. കാരണം ഞാൻ പാട്ട് പാടിയ ദേവരായ മാഷ് നീ പാടരുതെന്ന് പറയും, നീ പാടരുതെന്ന് പറയും. പാടാൻ യേശുണ്ട്, നീ അങ്ങനെ എന്നെ വിലക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങളിപ്പോൾ ദേവരായ മാഷും പോയി, എല്ലാ ആൾക്കാരും പോയതുകൊണ്ടാണ്. വാസുവേട്ടൻ എൻ്റെ പാട്ട് ഇഷ്ടമായിരുന്നു. കാരണം വാസുവേട്ടൻ്റെ 2ാം ഊഴത്തിന് അത് പറയാൻ നിവൃത്തിയില്ല, സ്വീകരണം കൊടുക്കുകയാണ്. വൈശാഖനൊക്കെ ഉണ്ടെന്ന് ഞങ്ങളെല്ലാം കൂടി ചേർന്നിട്ടിങ്ങനെ വൈശാഖനൊക്കെ പ്രസംഗിക്കാനും ഞാൻ എൻ്റെ ഈ പാട്ടിൻ്റെ കഴിവ് ദാസേട്ടനെ അറിയിക്കാനുമായിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ദാസേട്ടൻ്റെ അവിടെയുള്ള MT സാറിൻ്റെ വീടുണ്ട്, തീരത്തുള്ള വീടുണ്ടല്ലോ. അശ്വതിയൊക്കെ കുട്ടികളാണ്. അശ്വതി അവിടെ ഊഞ്ഞാലായിക്കൊണ്ടിരിക്കുക വീട്ടിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്നിട്ട് ഉച്ചയ്ക്കുള്ള സെഷന് കോവിലിനെയും എന്നെയൊക്കെ വിളിച്ച് ഞങ്ങളിങ്ങനെ പോയി. അപ്പോൾ എൻ്റെ ഐഡിയ മുഴുവൻ സ്റ്റേജിൽ എൻ്റെ ഈ പാട്ടിൻ്റെ ഇത് അറിയിക്കണമെന്നുള്ളതാണ്. വാസുവേട്ടൻ പുറത്തിങ്ങനെ നടക്കുക, ഒരു തിയേറ്ററിൻ്റെ പുറത്ത്, സാഹിത്യകാരന്മാരെല്ലാം അകത്താണ്. അപ്പോൾ എൻ്റെ ഊഴമായി. വൈശാഖിൻ്റെ ഒക്കെ പ്രശ്നം കഴിഞ്ഞപ്പോൾ എൻ്റെ ഊഴം വന്നു. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഇത് തന്നെ താപ്പെന്ന് കരുതി പാടി. ആ പാട്ടാണ് ഞാൻ ആദ്യം ഇവിടെ പാടാൻ ഉദ്ദേശിച്ചത്. മലയാള സാഹിത്യത്തിലല്ല, മലയാള ചലച്ചിത്ര സാഹിത്യത്തിലല്ല, മലയാള ഗാനരചയിലല്ല, ഇങ്ങനൊരു ഗാനരചയിതാവ് ഇല്ല എന്ന് ഞാൻ ഇവിടെ വെച്ച് പറയും. തുഞ്ചൻ പറമ്പിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ പറയുന്നു. പി ഭാസ്കരനും പറ്റില്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല, പി ഭാസ്കരനും പറ്റില്ല, ഇരയിമൻ നബിക്കും പറ്റില്ല. ആരാണ് ഏറ്റവും വലിയ ആൾ, അവർക്കും പറ്റില്ല. സാക്ഷാൽ MT വാസുദേവൻ നായരാണ് മലയാളത്തിൽ ഈ പറഞ്ഞ ടൈറ്റിലുണ്ടല്ലോ. എന്താണ് ഇതിൻ്റെ ടൈറ്റിൽ? പാട്ടെഴുത്തിൻ്റെ കവിതക്കാലം എന്ന് പറയുമ്പോൾ ഇതാണ് കറക്റ്റ്. ഇപ്പം ഞാനൊക്കെ നമ്മളൊക്കെ എന്തായി, നമ്മൾ ഭീഷ്മരായി, ഇത് അഭിമന്യുവാണ് ഇല്ലേ. ചെറുപ്പമൊക്കെ ഈ തലമുറ മുഴുവനുണ്ടല്ലോ, അങ്ങനെ നമിക്കണം. വേറൊരാൾ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി മാറി പോകുന്നു. ഹരിഹരൻ ചില കഥകളിലൊക്കെ ഒരു വേഷത്തെ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങനെ പോകില്ലേ, അങ്ങനെ ഹരിഹരൻ ഇങ്ങനെ പോകുന്നു. യൂസഫ് അലിക്ക് എന്തോ അസുഖമാണ്, അങ്ങനെ MT ഇങ്ങനെ മാറി മാറി പോകുന്നു. ബലമായിട്ട് കൊണ്ടുവന്ന് ഇരുത്തുന്നു. MT മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം എഴുതുകയാണ്.
അതാണ് കുട്ടികളെ ഭാസ്കരൻ മാഷും മറ്റെല്ലാവരും എൻ്റെ അച്ഛനും ഒരുപാട് പാട്ട് എഴുത്താറ്. ഞാൻ പറയാൻ വിട്ടുപോയി, എല്ലാവരും കൂടെ അവഗണിച്ചൊരു ഭാഗത്ത് ഇട്ടൊരു മനുഷ്യൻ അങ്ങനെ ഞാൻ ജീവൻ കൊടുക്കാൻ പോവാണ് കേട്ടോ. അല്ല, അദ്ദേഹത്തിൻ്റെ പേരാണ് പുതുശ്ശേരി രാമേന്ദ്രൻ. അതിമനോഹരമായിട്ട് കവിത എഴുതിയ മനുഷ്യനാണ്. ONV-യേക്കാൾ മിടുക്കനായിരുന്നു, ആരും അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകളെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ട്, ഗീതയെ വിളിച്ച് പറഞ്ഞു ഞാൻ ആ പാട്ട് അതിന് ജീവൻ കൊടുക്കാൻ പോവുകയാണ്. ഗീത ബുക്കൊക്കെ അയച്ചു തന്നു. ട്യൂണൊക്കെ ഇട്ടപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ONV-യുടെ ഒക്കെ പാട്ട് പോലെ മനോഹരമാണ്. മാമ്പൂ മണം കൊണ്ടുവന്ന കാറ്റേ എൻ്റെ മാടപ്പിറാവിനെ കണ്ടു നീ, മാനത്തൂടങ്ങാൻ പറന്നു പോകുന്നൊരാ മാടപ്പിറാവിനെ കണ്ടു നീ, മാമ്പൂ മണം കൈയടിക്കുന്നില്ല കൊണ്ടുവന്ന കാറ്റേ എൻ്റെ മാടപ്പിറാവിനെ കണ്ടു നീ. എനിക്കെഴുതാൻ പറ്റില്ല, പുതുശ്ശേരി എഴുതി. അടുത്ത ലൈനോ, ചുണ്ടിൽ ചെമപ്പുണ്ട് മേനി മിനുപ്പുണ്ട് കണ്ടാലതമുള്ള പെണ്ണാണ്, കളമുണ്ടുടുപ്പാണ് കാര്യസിമട്ടാണ്, മഴവില്ല് കൊണ്ടാണ് കുപ്പായം, മഴവില്ല് കൊണ്ടാണ് കുപ്പായം. മാമ്പൂ മണം ചിത്രപാടിയാൽ ഹിറ്റാണത്. ഞാൻ പറഞ്ഞത് എൻ്റെ ഗുണമല്ല, എങ്ങനെ വേണേൽ ആ പാട്ട് ട്യൂൺ ചെയ്യാം. അത് ആരെഴുതിയത്? പുതുശ്ശേരി രാമേന്ദ്രൻ. അതുപോലെ വേറൊരാൾ നമ്മുടെ മധുസാറിൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരാളായി പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ. മണപ്പൂരിനെ അറിയാമായിരിക്കും. ONV-യൊക്കെ വെട്ടും പാട്ടെഴുത്തിൽ. അസാമാൻ ഗോപിക്കറിയില്ലേ? ഇത് ഗോപിയുടെ ഒക്കെ പരിചിത പാർട്ടീസാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ലൈവിലായിട്ട് നിൽക്കാതെ ഒരുപാട് പാർട്ടീസ് കയറിയിട്ട് അങ്ങ് എഴുതുകയാണ്. കാരണം എന്താണ്? ട്യൂണില്ല. ഇപ്പോൾ ഈ നമ്മുടെ ഈ ഫങ്ഷൻ്റെ ആദ്യത്തെ വരുന്ന സ്വാഗതമൊന്നുമില്ല. സ്വാഗതം ആരാ പറയുന്നത്? ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സ്വാഗതം ദിലീപ്. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞ് അടുത്ത പരിപാടി ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? മോഡറേറ്റർ PK ഗോപി അല്ലേ? സ്വാഗതം സ്വാഗതം ദിലീപ്, മോഡറേറ്റർ PK ഗോപി. നിങ്ങൾക്കിത് യമൻ കല്യാണി രാഗത്തിൽ എങ്ങനെയുണ്ടാവും? കേൾക്കൂ. ആദ്യം യമൻ കല്യാണി രാഗം അറിയണ്ടേ ഈ പാട്ട് എഴുതാൻ പോകുന്നവൻ? എങ്ങനെയാണത്? അറിയില്ല. എഴുതാൻ പോകുന്നവൻ അറിയില്ല. എന്നാലല്ലേ അത് എഴുതാൻ പറ്റുള്ളൂ. കൃഷ്ണ നീ ബേഗന്നേ ബാരോ, കൃഷ്ണ നീ കൃഷ്ണ നീ കൃഷ്ണ നീ ബേഗന്നേ ബാരോ, ಬೇಗನೆ ಬಾರೋ ಮುಖವನ್ನ ತೋರೋ, ಬೇಗನೆ ಬಾರೋ മുഖവന്ന തോരോ, കൃഷ്ണ നീ. 76 വയസ്സുള്ള MDR ക്ലാസിക്കൽ അറിയാതെ കാണിക്കുന്ന സാഹസമാണ്. അറിയാവുന്നതല്ല മണ്ണൂർ രാഘവനെ ഓടിച്ചതിനെ ഇപ്പോഴും. ഇത് തന്നെയാണ് ജബ് ദീപ് ജലേ ജാനാ ജബ് ഷാം ഭലേ ആനാ. ഇയാളുടെ പേരെന്താ പറഞ്ഞു? സ്വാഗതം ദിലീപ്, മോഡറേറ്റർ PK ഗോപി. പാട്ടല്ലേ? ആണോ? അല്ല. ഈ രണ്ടാമത് പറഞ്ഞപ്പോൾ നമ്മുടെ സച്ചിദാനന്ദനും ഞാനും കൊണ്ട് മീറ്റിങ്ങിന് പോയി ഇരിങ്ങാലക്കുട. സച്ചിദാനന്ദനെ വൺ ഓഫ് ദ ബെസ്റ്റ് പോയറ്റ്സാണ്. അദ്ദേഹം ഉദ്ദേശിച്ച് ഞാൻ കവിതയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ AKGയെക്കുറിച്ചാണ് സംസാരിച്ചത്. അവസാനം ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു കവിത വായിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം കൊണ്ടുവന്നിരുന്നു. അതിന് എടുത്തിട്ട് ഞാൻ ട്യൂൺ ചെയ്ത് പാടി. അപ്പോൾ എന്താണെന്നറിയാം, സാധാരണ ഇങ്ങനെ വരുമ്പോൾ എൻ്റെ പ്രസംഗത്തിലുള്ള കുഴപ്പം എന്താണെന്നറിയാം, അടുത്തിരിക്കുന്ന ആൾ തോളത്ത് തുടർന്ന് നിർത്തടാ എന്നുള്ളൊരു സംഭവമാണ്. മനസ്സിലായില്ല? ഒരിക്കലും ഒരാൾ നേരിട്ട് വന്ന് അടിക്കാൻ വന്നു. അപ്പോൾ ഈ അടിക്കാൻ വന്നവൻ്റെ രാഷ്ട്രീയം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ പ്രസംഗം തുടങ്ങിയ സമയത്ത് പറഞ്ഞുകൊണ്ടെന്ന് മാറ്റിയിട്ട് AK ആൻ്റണിയും മറ്റും എന്ന് പറഞ്ഞപ്പോൾ ഇവൻ തിരിച്ചു പോയി.
തടഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ അത് പറയേണ്ട കാര്യമില്ല. ഇത് പറയാൻ ഞാൻ ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ വേണ്ടി ഇത്രയും അബദ്ധങ്ങൾ പറഞ്ഞു. ഒരു വലിയ കൺക്ലൂഷനുണ്ട്. ഇവരെ നിങ്ങൾ തുഞ്ചൻപുറം വെച്ച് ഞാൻ പറഞ്ഞു അടുത്ത കൊല്ലം ഒരു പക്ഷേ ഞാനുണ്ടാവില്ല. ഇപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷിപ്പനി മറ്റേ മറിച്ചൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് മരണമെന്നറിയില്ലല്ലോ. പക്ഷേ ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ഇവരെ അബദ്ധസഞ്ചാരം നടത്തുന്നുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളാരും കൈയടിച്ചില്ല പലപ്പോഴും. അതിൻ്റെ അർത്ഥം നിങ്ങളതൊക്കെ സഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇത്തരം തലമുറയെ വളർത്തിയെടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. തുഞ്ചൻപറമ്പിൽ ഈ അക്ഷരശുദ്ധി പോലെ നമ്മുടെ വൈശാഖൻ്റെ കഥ കേൾക്കണോ? ഞാനും അക്കിത്തോൻ രമേശൻ നായരും ഇരിക്കുന്നു ആകാശവാണിയിൽ. വൈശാഖൻ ഈസ് എ വണ്ടർഫുൾ റൈറ്റർ. ആദ്യം മുതലേ ടോപ്പിലെത്തി MTക്ക് ഏറ്റവും ബഹുമാനമുള്ള 2 റൈറ്റേഴ്സാണ് മലയാളത്തിലുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കുന്നംകുളത്തുള്ളത് ശ്രീരാമൻ, അഭിനയിക്കുന്ന ശ്രീരാമനല്ല, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണോ അമ്മാവനാണോ? കസിൻസാണ്. അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ വാസ്തവത്തിൽ MT ഞെട്ടുകയാണ് ഓരോ കഥ വരുമ്പോഴും. അരവിന്ദൻ ഇവന് രണ്ടുപേരും ഒരുമിച്ച് ഞെട്ടുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുമിച്ച് ഞെട്ടാറില്ലല്ലോ, അതും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് വൈശാഖൻ എന്ന് പറയുന്ന ആൾ നമ്മളാരും ഉദ്ദേശിക്കാത്ത രഹസ്യം പറയുക. അതിൻ്റെ ഭാരവാഹികളോട് പറയുകയാണ്, അദ്ദേഹം മനോഹരമായിട്ട് പാട്ടുകൾ എഴുതും. ഞാനും രമേശ് നായരും അക്കിത്തോ ഇരിക്കുന്ന സമയത്ത് വൈശാഖൻ ലളിതഗാനങ്ങൾ എഴുതിക്കൊണ്ട് വരും പാലക്കാട്ട് നിന്ന്. അന്തം വിട്ടുപോയിട്ടുണ്ട്. പുള്ളി അതിവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനെ വരുമ്പോൾ വിചാരണ ചെയ്യണം. നല്ല പാട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പ്രധാന പോയിന്റ്, ഇവരെയൊക്കെ രക്ഷിച്ചെടുക്കാൻ തുഞ്ചൻപറമ്പിലെ വേദിയും ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കണം. അതിനെ സഹായിക്കാൻ ഏറ്റവും വലിയൊരു മഹാകവി ജീവനോടെയുണ്ട്. അദ്ദേഹം ഉണ്ട് ഇപ്പോൾ നമ്മുടെ കൂടെ, MT. അദ്ദേഹത്തിൻ്റെ മഹാകവി ഇതാണ്. അങ്ങനെ ഒരു വരി എഴുതാൻ ഞാൻ പുതിയ തലമുറയും പഴയ തലമുറയും വെല്ലുവിളിക്കുകയാണ്. ഏതാണെന്നറിയാമോ? ഞാൻ പറയാതെ അറിയാമല്ലോ. ഏതാണ്? അറിയില്ല. ശുഭരാത്രി ശുഭരാത്രി നിങ്ങൾക്ക് നേരുന്നു, ശുഭരാത്രി. MT കേൾക്കുന്നുണ്ടാവും. ഒരു തെണ്ടും ഒരേകാന്ത പഥികന് കാവൽ നിൽക്കും താര സഖികളേ, നിങ്ങൾക്ക് നന്ദി, ശുഭരാത്രി. പുരാണ കിളയുടെ മൈതാനത്തിൽ ചുവന്ന ജയപുരിയിൽ, സിന്ധുതടത്തിൽ പൂർണിക്കരയിൽ എന്നും മേൽപ്പുര എനിക്കു നൽകിയ നീല വാനമേ. ആരെഴുതും ഇങ്ങനെ? വെല്ലുവിളിക്കുകയാണ്. ഇനിയുള്ള സംഭവം കേട്ടോ, ഹരിനാരായണൻ കേട്ടോളൂ. ഇനിയുള്ളൊരു വലിയ ഇൻഫർമേഷൻ പറയാം. ഞാൻ മലയാളത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു ഗാനരചയിതാവുണ്ട്, സോഹൻ റോയ്. കേട്ടോ, PK ഗോപിയും സോഹൻ റോയും ആയിരിക്കും അതിനകത്ത് പാട്ട് എഴുതാൻ പോകുന്നത്. ഗോപി ഉണ്ടെങ്കിൽ പണ്ടേ വാത്സല്യമുണ്ട്, ഹരിനാരായണനോട് വാത്സല്യമല്ല, അതിൽ കൂടുതലുണ്ട്. പക്ഷേ 2 പാട്ടേ ഉള്ളൂ. ഈ സോഹൻ റോയ് എഴുതും. സോഹൻ റോയുടെ പാട്ടുകൾ ഏറ്റവും ഹിറ്റുമാകും. അദ്ദേഹം അതിമനോഹരമായിട്ട് പാട്ട് എഴുതുന്ന വർഷങ്ങളായിട്ട്. അദ്ദേഹത്തിന് ട്രിവാൻഡ്രത്ത് വെച്ച് വലിയ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ എഴുത്തമ്മ എന്നൊരു പുസ്തകം ഞാൻ അവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്, ഏരീസ് ഹാളിൽ വെച്ചിട്ട്. ആ ഫംഗ്ഷന് പോകുമ്പോൾ ഈ സോഹൻ റോയുടെ പാട്ടുണ്ടാകും. അടുത്ത മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരാളെ കൂടെ നമുക്ക് സംഭാവന ചെയ്യണം. നിങ്ങൾ വാസ്തവത്തിൽ ഇവിടെ ഇരിക്കേണ്ടതായിരുന്നു, ഞാനാണ് അവിടെ ഇരിക്കേണ്ടത്. എനിക്ക് പ്രസംഗം കേൾക്കണമെന്നുണ്ട്, പക്ഷേ മേടിച്ച കാശിന് നമ്മളിത് ചെയ്യണമല്ലോ. അവിടെ ഹോട്ടലിലേക്ക് പോകണം. വേറെ ഒരു വാർത്തയില്ല. ഒന്ന് മാത്രം പറയാം, ഈ ബൈബിളിലെ വാക്യം ഓർക്ക്. എന്താണ് ചെരുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാനം പറഞ്ഞില്ലേ? അത് വാസുവേട്ടൻ്റെ വോയിസ് പറയാം. അത് വാസുവേട്ടൻ്റെ വോയിസ് പറയാം. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാം. എനിക്ക് പിന്നാലെ വരുന്ന ഹരിനാരായണൻ്റെയൊക്കെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഭാഗ്യത്തിന് അവനിപ്പോൾ ചെരുപ്പില്ല. ഓക്കെ, ഞാൻ എന്തെങ്കിലും പ്രസംഗിച്ച് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു ധിക്കാരമായിട്ട് കണക്കാക്കി എനിക്ക് നിങ്ങൾ മാപ്പ് തരാതിരിക്കുക. അടുത്ത കൊല്ലം ആയുസ്സുണ്ടെങ്കിൽ
ഞാനിവിടെ വരും, നിങ്ങളെയെല്ലാം കാണും. ആ സമയത്ത് ഈ മണമ്പൂരിനെ കൂടെ ഈ സ്റ്റേജിൽ ഇരുത്തണം. ഇറ്റ്സ് എ വെരി ഗുഡ് ലിറിസിസ്റ്റ്. അയാൾ ഒരു ഇന്നൊന്നും അല്ല, നല്ല കവിയാണ്. എന്നെ സഹിച്ചതിന് മാപ്പ്. ഞാൻ വീണ്ടും വരും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് എനിക്ക് ആളിനെ അടുത്ത് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇവിടെ വരേണ്ടതാണ്, എൻ്റെ അടുത്ത ആൾ. തലേന്നൊരു മീറ്റിംഗ് ഞങ്ങൾ ഉണ്ടായിരുന്നു, റഫീഖ്. പുള്ളി പറഞ്ഞ് ഏതോ മരണം നടന്നുകൊണ്ട് വരാൻ പറ്റാത്തതാണ്. MDR എന്ന് പറഞ്ഞേക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഓക്കെ. അപ്പം ഞാൻ നിങ്ങളോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ഡ്രൈവറെ കണ്ട് ഞാനങ്ങനെ പോകും. മണമ്പൂര് പിന്നെ കാണാം. ഓക്കെ. ശരി.